പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും നിങ്ങളുടെ ജീവനെ കുഴിയിൽ നിന്ന് വീണ്ടെടുക്കുകയും ഉറച്ച സ്നേഹവും കാരുണ്യവും കൊണ്ട് നിങ്ങളെ കിരീടമണിയിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ശാരീരികവും വൈകാരികവുമായ വേദനകൾ അനുഭവിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് രോഗശാന്തിയുടെയും ആശ്വാസത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ശക്തമായ ഉറവിടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. രോഗശാന്തി ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിലും രോഗശാന്തി പല രൂപങ്ങളിൽ പ്രവർത്തിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഒരു പ്രത്യേക രോഗത്തിൻ്റെ ശാരീരിക സൗഖ്യത്തിനു വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അത് ഒരു നഷ്ടത്തിൽ നിന്നോ ആഘാതത്തിൽ നിന്നോ ഉള്ള വൈകാരിക സൗഖ്യത്തിനായിരിക്കാം. അത് വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്നുള്ള ആത്മീയ സൗഖ്യത്തിനു വേണ്ടിയായിരിക്കാം. നിങ്ങൾ എന്ത് രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ വിശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദൈവത്തിന് സുഖപ്പെടുത്തുവാനും പുനഃസ്ഥാപിക്കുവാനും കഴിയുമെന്ന് വിശ്വസിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും ശക്തിയും ആവശ്യപ്പെടുക. നിങ്ങളുടെ പോരാട്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ, ജീവിതങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നറിയുന്നതിൽ ആശ്വസിക്കുക. പ്രാർത്ഥനയിൽ എന്തും സാധ്യമാണ്. കാരണം ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഏക മധ്യസ്ഥ. പരിശുദ്ധ അമ്മ നമുക്കായി അങ്ങേ പുത്രൻ്റെ മുൻപിൽ മാധ്യസ്ഥം വഹിക്കും എന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ വിശ്വാസപൂർവം ഭക്തിപൂർവം നമുക്ക് തുടരാം. കർത്താവായ യേശുവേ, രോഗസൗഖ്യമുള്ള വ്യക്തിയുടെ പേര് ഇവിടെ പറയുക. നല്ല ദൈവമേ, ഞങ്ങളുടെ അസുഖങ്ങളെ സുഖപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം സുഖപ്പെടുത്തണമെന്ന് പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും രോഗശാന്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ വചനം പറയുന്നു, ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് കൽപ്പന നൽകുകയും സുഖപ്പെടുത്തുകയും നിശ്ചിത മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യുമെന്ന്. ബൈബിളിൽ അത്ഭുതകരമായ രോഗശാന്തിയെക്കുറിച്ച് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങ് ഇന്നും അതേ രീതിയിൽ സുഖപ്പെടുത്തുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ദൈവമേ, അങ്ങ് ആളുകളെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിനെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞതിന് ശേഷം അവിടുന്ന് ഞങ്ങളെ സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു രോഗവുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഈ സാഹചര്യത്തിൽ അങ്ങയുടെ രോഗശാന്തിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി രോഗാവസ്ഥയിൽ ഞങ്ങളുടെ ഭവനങ്ങളിലും സമൂഹങ്ങളിലും ആശുപത്രിയിലുമായിരിക്കുന്ന എല്ലാ മക്കളെയും സൗഖ്യത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ മേൽ, രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, രോഗശാന്തിക്കുള്ള ഞങ്ങളുടെ പ്രത്യാശ അങ്ങയിലുണ്ടെന്ന് എന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ രോഗം ഭേദമാക്കുവാൻ അങ്ങ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടേതാണെന്നും ഞങ്ങളുടെ ആദ്യ ശ്വാസം മുതൽ അവസാന നെടുവീർപ്പ് വരെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങ് നിയന്ത്രിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരത്തെയും സുഖപ്പെടുത്തുന്നവനെ, താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നവനെ, ശിക്ഷിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നവനെ, അങ്ങയുടെ വലിയ കാരുണ്യത്താൽ രോഗിയായ ഞങ്ങളുടെ സഹോദരനെ, സഹോദരിയെ ഈ നിമിഷം സന്ദർശിക്കണമേ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേര് ഇവിടെ പറയുക. രോഗശാന്തിയും ആരോഗ്യം നിറഞ്ഞ അങ്ങേ കരം അവരുടെ മേൽ നീട്ടണമേ. ആ മകനെ, മകളെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. മകളുടെ രോഗത്തെ സുഖപ്പെടുത്തണമേ. രോഗത്തിൻ്റെയും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളുടെയും വേദനയുടെയും പനിയുടെയും
ആത്മാവിനെ എല്ലാ രോഗികളിൽ നിന്നും അകറ്റണമേ. പാപങ്ങളും അതിക്രമങ്ങളും ഉണ്ടെങ്കിൽ നീ മനുഷ്യരെ സ്നേഹിക്കുന്നതിനാൽ മക്കൾക്ക് പാപമോചനവും പാപ ശുശ്രൂഷയും നൽകണമേ. എൻ്റെ ദൈവമേ, കർത്താവായ യേശുവേ, അങ്ങയുടെ ഏകജാതനായ പുത്രന്റെ കാരുണ്യത്താൽ അങ്ങയുടെ സർവ്വപരിശുദ്ധനും നല്ല ജീവൻ സൃഷ്ടിക്കുന്നതുമായ ആത്മാവിനോടൊപ്പം അങ്ങയുടെ സൃഷ്ടിയോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. എല്ലാ രോഗങ്ങളും ബലഹീനതകളും മാറ്റിവെക്കുവാൻ കഴിവുള്ള യേശുനാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ രോഗാവസ്ഥയിൽ സഹായിക്കുകയും അവരെ ദുഃഖിപ്പിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും അവരെ സുഖപ്പെടുത്തുകയും ചെയ്യണമേ. അവരുടെ വേദനയുടെ കിടക്കയിൽ നിന്ന് അവരെ ഉയർത്തണമേ. കർത്താവായ ദൈവമേ, രോഗശാന്തിയും ആരോഗ്യം നിറഞ്ഞ അങ്ങയുടെ അത്ഭുതങ്ങളുടെ കരങ്ങൾ രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളുടെ മേൽ എപ്പോഴും ഉണ്ടാകണമേ. അവരെ രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുത്തണമേ. രോഗത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ശാരീരികവും വൈകാരികവുമായ മാനസികവും ആത്മീയവുമായ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അങ്ങയുടെ രോഗശാന്തിക്കായി അപേക്ഷിക്കുന്നു. വരുവാനിരിക്കുന്ന ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ ശക്തരും പ്രതിരോധ ശക്തിയുള്ളവരുമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ വിശ്വസിക്കുന്നവരോട് അങ്ങയ്ക്ക് വളരെ വലിയ ലക്ഷ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. അവൻ്റെ എല്ലാ ഉപകാരങ്ങളും മറക്കരുത്. അവൻ നിന്റെ എല്ലാ അകൃത്യങ്ങളും ക്ഷമിക്കുന്നു, നിന്റെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുന്നു, നിന്റെ ജീവനെ കുഴിയിൽ നിന്ന് വീണ്ടെടുക്കുന്നു. സ്ഥിരമായ സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പ്രതീക്ഷകൾ ഞങ്ങൾക്ക് ചുറ്റും തകരുമ്പോഴും ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങേ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ അറിയുന്ന എൻ്റെ ദൈവത്തിൻ്റെ മേൽ രോഗശാന്തിയുടെ എല്ലാ കരങ്ങളും ഞാൻ സമർപ്പിക്കുന്നു. രോഗശാന്തിയുടെ ഭാരം എൻ്റെ ദൈവത്തിലാണ്. ദൈവത്തിൻ്റെ വഴികൾ ഒരു വിശ്വാസ സൂത്രവാക്യമല്ല, മറിച്ച് നിഗൂഢമാണ്. രോഗശാന്തിയുടെ ഭാരം ശരിയായ വാക്കുകൾ പറയുന്നതിലോ മനോഹരമായി തോന്നുന്ന എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നതിലോ ഉള്ളതല്ല, മറിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നതിലാണ്. സുഖപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കണം, പ്രാർത്ഥിക്കുക. ശാരീരികവും വൈകാരികവുമായ വേദനകൾ കൈകാര്യം ചെയ്യുമ്പോൾ കർത്താവായ ദൈവമേ, അവിടുത്തെ ആശ്വാസത്തിൻ്റെ ശക്തമായ ഉറവിടം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യത്തിനായി പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ ദൈവിക മാർഗനിർദ്ദേശം തേടി ഞങ്ങളൊരു കുടുംബമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. പരസ്പരം സ്നേഹിക്കുവാനും പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബം ഐക്യത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമായിരിക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹവും കൃപയും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എപ്പോഴും ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ. ഞങ്ങൾ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനുമായി ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും നീതിയുടെ പാതകളിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഏത് അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പ്രിയ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമ്മാനത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ പരസ്പരം കണ്ടെത്തുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തെ നിസ്സാരമായി കാണുന്നില്ല. ഒപ്പം ഞങ്ങൾ ഒരുമിച്ച് കഴിയുന്ന നിമിഷങ്ങളെ എപ്പോഴും വിലമതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ പിതാവേ, അസുഖമോ വൈകാരിക വേദനയോ മറ്റു വെല്ലുവിളികളോ ആകട്ടെ, പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരു കുടുംബത്തെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ രോഗശാന്തി സ്പർശനവും സാന്ത്വനവും അവരുടെ മേലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ മാതാവേ, മാർഗനിർദ്ദേശത്തിനായി ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ജ്ഞാനവും മാർഗനിർദ്ദേശവും തേടുന്നു. അങ്ങയെ ബഹുമാനിക്കുന്നതും
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഏറ്റവും മികച്ച താല്പര്യമുള്ളതുമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ പൂർണ്ണരല്ലെന്ന ഞങ്ങൾ അംഗീകരിക്കുന്നു. ചിലപ്പോൾ ഞങ്ങൾ പരസ്പരം വേദനിപ്പിക്കുന്നു. ഞങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ക്ഷമയും പരിശീലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുന്നു. അവരെ പരിപാലിക്കണമേ, അവരെ സംരക്ഷിക്കണമേ. അവരുടെ വളർച്ചയിലും വികാസത്തിലും അവരെ നയിക്കണമേ. അവർ വിശ്വാസത്തിലും ജ്ഞാനത്തിലും വളരുവാൻ അവരെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാ ധാരണകൾക്കും അതീതമായ സമാധാനം നൽകണമേ. സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സംഘർഷങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീട് ഐക്യത്തിൻ്റെയും ശാന്തതയുടെയും ഇടമാക്കി മാറ്റണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ശക്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബം എന്ന നിലയിൽ ഒരുമിച്ച് ജീവിത വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് പരസ്പരം ആശ്രയിക്കുവാനുള്ള കൃപ തരണമേ. പരീക്ഷണ സമയങ്ങളിൽ ധൈര്യവും പ്രതിരോധവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഭൂതകാലത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും ഭാവിയുടെയും തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബം എല്ലായ്പ്പോഴും ലോകത്തിൽ അങ്ങയുടെ പ്രകാശത്തിൻ്റെ ഉറവിടമാക്കി മാറ്റണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അങ്ങയുടെ സംരക്ഷണം യാചിക്കുവാൻ ഇന്ന് ഞാൻ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഒരു കുഴപ്പവും വരാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തണമേ. ഒരു തിന്മയും ഞങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കുവാൻ ഇടയാക്കരുത്. ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ മൂടണമേ. ഞങ്ങളുടെ കാൽ കല്ലിൽ പതിക്കാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങളെല്ലായ്പ്പോഴും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പമായിരിക്കുവാൻ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, നീ ഞങ്ങളോടൊപ്പമുണ്ടെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്ന് ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും അങ്ങയ്ക്ക് കൂടുതൽ മഹത്വം നൽകുവാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യണമേ. ഒന്നിനെക്കുറിച്ചും വിഷമിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകണമേ. വിദ്വേഷം, കോപം, കയ്പ് എന്നിവയ്ക്ക് പകരം സ്നേഹം മാത്രം പ്രകടിപ്പിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാർഗനിർദ്ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ വഴി നയിക്കണമേ. ഞങ്ങൾ പിന്നീട് ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കവചമായിരിക്കണമേ. ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്കുള്ള ബന്ധം അങ്ങെപ്പോഴും കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ പരസ്പരം സ്നേഹവും ബഹുമാനവും പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല ദൈവമേ, ഞങ്ങൾ അകന്നിരിക്കുന്നതിനാൽ ഞങ്ങളുടെ വീടിനും ഒരു ദോഷവും വരാതിരിക്കുവാൻ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സങ്കേതമായി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. നല്ല ദൈവമേ, പകലിൻ്റെ അവസാനത്തിൽ ഞങ്ങളുടെ തളർന്ന ശരീരങ്ങൾക്ക് ഞങ്ങളുടെ വീട് എപ്പോഴും ഒരു വിശ്രമ സ്ഥലമായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, രാത്രിയിൽ ഞങ്ങൾ വിശ്രമിക്കുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കുന്നത് തുടരണമേ. ഇന്ന് രാത്രി എൻ്റെ വീടിനെ ശല്യപ്പെടുത്തുവാൻ നുഴഞ്ഞ കയറ്റക്കാരെയോ ദുരന്തങ്ങളെയോ അനുവദിക്കരുത്. ഏതു തരത്തിലുള്ള തിന്മയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കുവാനുള്ള അങ്ങയുടെ ശക്തമായ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേ നാമത്തിൽ എല്ലാ പ്രാർത്ഥനകളും ആവശ്യങ്ങളും ഈ നിമിഷം ഞാൻ ചോദിക്കുന്നു. കൃപാസനം പ്രസാദപരമാതാവേ, ഞങ്ങളുടെ കുടുംബ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗം ബാധിച്ചവരെ ഞങ്ങൾ അങ്ങയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അങ്ങ് ഞങ്ങളുടെ രോഗശാന്തിക്കാരനും ഞങ്ങളുടെ മികച്ച വൈദ്യനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ശാരീരികമായി വേദനിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സാന്ത്വനം നൽകണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ രോഗശാന്തിക്കരങ്ങളാൽ അവരെ സ്പർശിക്കണമേ. നിന്റെ വചനമയച്ച് അവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. അങ്ങയുടെ രോഗശാന്തി ശക്തി അവരുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലൂടെയും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള പിതാവേ, വൈകാരികമായി വേദനിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ സുഖപ്പെടുത്തുവാനും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരുടെ കഷ്ടപ്പാടുകൾ ശാരീരികമല്ല, പക്ഷേ അവർക്ക് വേദനയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവർക്ക് ആശ്വാസം നൽകണമേ. അവർക്ക് വിവേകത്തിന് അതീതമായ സമാധാനം നൽകണമേ. കോപവും വെറുപ്പും കലഹവും കയ്പും ക്ഷമയില്ലാതെ നിറഞ്ഞ അവരുടെ ഹൃദയങ്ങളിൽ കർത്താവെ സുഖപ്പെടുത്തണമേ. സംശയം, ഉത്കണ്ഠ, വിഷാദം എന്നിവയിൽ നിന്ന് അവരുടെ മനസ്സിനെ മായ്ക്കണമേ. കർത്താവായ ദൈവമേ, അവരിൽ സമാധാനപരമായ ആത്മാവിനെ നവീകരിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പുനഃസ്ഥാപനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ തകർന്നതായി തോന്നുമ്പോൾ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങളുടെ ബന്ധുക്കൾ തമ്മിൽ വഴക്കുണ്ടാവുന്നതിലും കൂടുതലൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പരസ്പരം അനുരഞ്ജിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല ദൈവമേ, ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനോട് അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ വലയം ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാനും അത് ഞങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടുവാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ഞങ്ങൾക്ക് അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. തക്ക സമയത്ത് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ. ഇവയെല്ലാം അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങാണ് ഞങ്ങളുടെ ശക്തിയുടെ ആത്യന്തിക ഉറവിടം. ഞങ്ങൾ ദുർബലരായിരിക്കുമ്പോൾ അങ്ങ് ശക്തനാണ്. ഞങ്ങൾ താഴെയായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ഉയർത്തുന്നു. നീ ഞങ്ങളുടെ ശക്തിയെ പുതുക്കുന്നു. ഞങ്ങൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരങ്ങളാൽ എപ്പോഴും ഞങ്ങളെ ഉയർത്തിയതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുമായുള്ള ഞങ്ങളുടെ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അത് അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ബന്ധങ്ങളുടെ കേന്ദ്രം എപ്പോഴുമായിരിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്നത്. നല്ല ദൈവമേ, അങ്ങേ ആത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ക്രിസ്തു ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കാലത്ത് ദൈവമേ, ഞങ്ങൾ അങ്ങയിലേക്ക് നോക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി നേരിടാൻ കഴിയില്ലെന്ന് അറിയാവുന്ന നിരവധി വ്യത്യസ്ത വെല്ലുവിളികൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ അവയെല്ലാം അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയോടൊപ്പം അസാധ്യമായ ഒന്നുമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വഴിയിൽ വന്നേക്കാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനുള്ള സഹിഷ്ണുത ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, ഞങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ശക്തിയാണ്. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങളെപ്പോഴും നന്ദിയുള്ളവരാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ കരങ്ങളിൽ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിക്കുന്നു. പരിശുദ്ധാമ്മയിലൂടെ നമുക്ക് നൽകിയ എല്ലാ കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ നാമം നമുക്ക് മഹത്വപ്പെടുത്താം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പവും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടാകണമേ. ഞങ്ങളെല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ ഭവനങ്ങൾക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധാമ്മേ, അമ്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്.
ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.